ജനുവരി മാസത്തെ ഒന്നാമത്തെ CBI പരിപാടിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ CBI പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി 12/1/2026 തിങ്കളാഴ്ചയാണ്. ദേശീയ യുവജന ദിനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് CBI പരിപാടി സംഘടിപ്പിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള നോട്ട് ഈ ഒരു വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. അങ്കണവാടി പ്രദേശത്തെ യുവജനങ്ങളെ, കൗമാരക്കാർ തുടങ്ങിയവരെ CBI പരിപാടിയിൽ പങ്കെടുപ്പിക്കാവുന്നതാണ്. പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീമിലാണ് CBI പരിപാടി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത്. CBI പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഇവൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നാണ് കാണാൻ സാധിക്കുക. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ CBI എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ CBI പരിപാടി രേഖപ്പെടുത്തുന്നതിനുള്ള ഫോം ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നോ ഇവൻറ്റ് ആഡഡ് എന്നായിരിക്കും കാണാൻ സാധിക്കുക. അതായത് നമ്മൾ ഈ മാസത്തെ ഒന്നാമത്തെ CBI ആണ് രേഖപ്പെടുത്തുന്നത്. ഇതുവരെ ഒരു CBIയും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതേ രീതിയിൽ നോ ഇവൻറ്റ് ആഡഡ് എന്ന് കാണിക്കുന്നത്. CBIയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ നീല നിറത്തിൽ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു പേജിൽ ഡേറ്റ് എന്നതിൻ്റെ വലതുവശത്ത് കാണുന്ന കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് CBI പരിപാടിയുടെ തീയതി കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന സെലക്ട് തീം എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ തീമുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നും പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീം കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള തീയതിയും തീമും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതേ രീതിയിൽ ഒന്നാമത്തെ CBI പരിപാടിയുടെ തീയതിയും തീമും കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ CBI പരിപാടിയുടെ തീയതിയോ തീമോ തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ നമുക്കത് അന്നേ ദിവസം എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ വലതുവശത്ത് കാണുന്ന ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ നമ്മൾ CBI രേഖപ്പെടുത്തിയിട്ടുള്ള അന്നേ ദിവസം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. തൊട്ടടുത്ത ദിവസം മുതൽ നമുക്ക് CBIയുടെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നമോ ഇവിടെ കാണുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ രീതിയിലാണ് CBI പരിപാടിയുടെ വിവരങ്ങൾ നിങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത്. അടുത്തതായിട്ട് CBI പരിപാടിയുടെ വിശദമായിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്. ദേശീയ യുവജന ദിനം രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിലെ യുവാക്കളുടെ പങ്ക് ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ അവരുടെ യോഗ്യതക്കനുസരിച്ച് വിദ്യാഭ്യാസവും ജോലിയും നൽകുക എന്നുള്ളതാണ് ദേശീയ യുവജന ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ന് കൊറോണ തീർത്ത വെല്ലുവിളികളുടെ പരിതസ്ഥിതിയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് യുവാക്കളാണ്. യുവാക്കളുടെ സാമൂഹികവും സാമ്പത്തികവുമായ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ആഹ്വാനമാണ് ഓരോ യുവജന ദിനവും. യുവാക്കളാണ് ഇന്ത്യൻ ജനസംഖ്യയിൽ 1/5 ആയതിനാൽ നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് യുവാക്കളിലാണ്. യുവാക്കളുടെ ആരോഗ്യവും പോഷണവും അതിനാൽ പ്രാധാന്യമർഹിക്കുന്നു. നല്ല ആരോഗ്യത്തിന് പോഷകാഹാരം കൂടിയേ തീരൂ. മാനസിക ശാരീരിക ആരോഗ്യമുള്ള യുവാക്കളെ വാർത്തെടുക്കുന്നതിനു ചുവടെ ചേർക്കുന്ന കാര്യങ്ങൾ കൃത്യമായും പിന്തുടരുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. യുവാക്കളിലെ സമീകൃത ആഹാരവും പോഷണവും ആരോഗ്യാവഹവും സമീകൃതവും ആയ ആഹാരക്രമം ആവശ്യമാണ്. ഉപ്പ്, കൊഴുപ്പ്, മധുരം എന്നിവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആഹാരത്തിൽ പഴങ്ങളും പച്ചക്കറികളും തുടങ്ങി പല ഇനം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. സംസ്കരിച്ച ഉത്പന്നങ്ങളിൽ പോഷകങ്ങളും നാരുകളും നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അരി, ഗോതമ്പ് എന്നിവ കൊണ്ട് ഉണ്ടാക്കിയ ഉത്പന്നങ്ങൾ തവിട് നീക്കി സംസ്കരിച്ചെടുക്കാത്തവയാണോ എന്ന് പാക്കറ്റ് നോക്കി ഉറപ്പുവരുത്തുക. കോഴിയിറച്ചിയും മറ്റ് മാംസങ്ങളും കുറഞ്ഞ അളവിൽ കഴിക്കുക. എന്നാൽ പ്രോട്ടീൻ ലഭിക്കുന്നതിന് സാധ്യമെങ്കിൽ ആഴ്ചയിൽ 2 തവണ മീൻ കഴിക്കുക. പച്ചക്കറികളിൽ നിന്നുപോലും പ്രോട്ടീൻ സമൃദ്ധമായ ആഹാരം ചില രാജ്യങ്ങളിൽ ലഭ്യമാണ്. മധുരപാനീയങ്ങൾക്കു പകരം വെള്ളം കുടിക്കുക. ഭക്ഷണത്തിനു ശേഷം മധുരപദാർത്ഥങ്ങൾ കഴിക്കുന്നതിനു പകരം പഴവർഗ്ഗങ്ങൾ കഴിക്കാം. സോസേജുകൾ, ഇറച്ചി, വെണ്ണ, കേക്കുകൾ, പാൽക്കട്ടികൾ, ബിസ്ക്കറ്റുകൾ എന്നിങ്ങനെ കൊഴുപ്പ് കൂടിയ ഭക്ഷണം കഴിവതും ഒഴിവാക്കുക. കൂടാതെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കൊഴുപ്പ് കുറഞ്ഞ എണ്ണ ഉപയോഗിക്കുക. കൂടുതൽ ഉപ്പ് അല്ലെങ്കിൽ സോഡിയം കഴിക്കുന്നത് നിങ്ങളുടെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിച്ചേക്കാം. സോഡിയം കഴിക്കുന്നതിന്റെ അളവ് കുറക്കാൻ ഭക്ഷണത്തിന്റെ ചേരുവകളെക്കുറിച്ച് പാക്കറ്റിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ നോക്കുക. ഉപ്പ് ഉപയോഗിക്കുന്നതിനു പകരം നിങ്ങളുടെ ആഹാരത്തിന്റെ രുചി കൂട്ടാൻ പുതിനയില, മല്ലിയില പോലുള്ളവയോ കുരുമുളക്, ഗ്രാമ്പൂ, ഏലക്കായ് പോലെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളോ ഉപയോഗിക്കാം. എത്രത്തോളം കഴിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് എന്ത് കഴിക്കുന്നു എന്നതും. വിശപ്പ് അടങ്ങിയതിനു ശേഷം ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കുക. വ്യായാമം യുവാക്കള് പതിവായി വ്യായാമം ചെയ്യുന്നെങ്കിൽ മാത്രമേ നല്ല ആരോഗ്യം നിലനിർത്താനാകുകയുള്ളൂ. മിക്കവരും മതിയായ അളവിൽ വ്യായാമം ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് വ്യായാമം പ്രധാനമായിരിക്കുന്നത്? നന്നായി വ്യായാമം ചെയ്താൽ നല്ല ഉറക്കം ലഭിക്കും, ഊർജ്ജസ്വലരായിരിക്കും, എല്ലുകൾക്കും പേശികൾക്കും ബലം ലഭിക്കും, ശരിയായ ശരീരഭാരം നിലനിർത്തും, വിഷാദം അകറ്റും. യുവാക്കള് ദിവസേന ഓരോ ആഴ്ചയിലും മിതമായ അളവിലാണെങ്കിൽ 150 മിനിറ്റും കഠിനമായ അളവിലാണെങ്കിൽ 75 മിനിറ്റും വ്യായാമം ചെയ്യേണ്ടതാണ്.
രസകരമായി ചെയ്യാവുന്ന വ്യായാമം തിരഞ്ഞെടുക്കുക. ബാസ്കറ്റ് ബോൾ, ടെന്നീസ്, ഫുട്ബോൾ, സൈക്കിൾ ചവിട്ടൽ, പൂന്തോട്ട പരിപാലനം, വിറകുകീറൽ, നീന്തൽ, വള്ളം തുഴയൽ, ഓട്ടം, മറ്റ് കായിക വിനോദങ്ങൾ തുടങ്ങിയവയിൽ ഏർപ്പെടാവുന്നതാണ്. മദ്യപാനവും ലഹരിയും ഒഴിവാക്കാം. നവോത്ഥാന നായകന്മാര് അടിത്തറയിട്ട സാമൂഹിക ഭൂമികയിൽ നിന്ന് നമ്മളെ പടുത്തുയർത്തിയത് ഒട്ടും ചെറുതില്ലാത്ത നേട്ടങ്ങളാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരുപക്ഷെ വികസ്വര രാജ്യങ്ങൾക്കുമൊക്കെ മാതൃകയാവുന്ന തരത്തിലുള്ളതാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തും പൊതുജനാരോഗ്യ രംഗത്തുമൊക്കെ നമ്മൾ കരസ്ഥമാക്കിയ നേട്ടങ്ങൾ. മാനവ വികസന സൂചികയിലെ മുന്തിയ സ്ഥാനമാണ് കേരളത്തിനുള്ളത്. ഉത്ഭുതമായ സാമൂഹിക രാഷ്ട്രീയ ബോധമുള്ളവരാണ് മലയാളികള്. സാമൂഹികവും ജാതീയവുമായ അസമത്വങ്ങൾക്കെതിരാണ് മലയാളിയുടെ പൊതുമനസ്സ്. എന്നാൽ നമ്മുടെ സാമൂഹിക സുസ്ഥിതിയെയും പൊതുജനാരോഗ്യത്തെയും ഉൽപാദനക്ഷമതയെയും സാമ്പത്തിക വളർച്ചയെയും ഒക്കെ ബാധിക്കുന്ന തരത്തില് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് മലയാളിയുടെ മദ്യപാനശീലവും മയക്കുമരുന്ന് ഉപയോഗവും. വിദ്യാർത്ഥികളുടെ ഇടയിലാണ് മയക്കുമരുന്നിന്റെ വിൽപ്പന ഏറ്റവും കൂടുതലായി നടക്കുന്നത്. ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മോചനം നേടാനാകാത്ത ഒരു സ്ഥിതിയിലെത്തിച്ചേരും. ക്രമേണ ഉപഭോക്താക്കൾ മാനസിക രോഗത്തിനടിമകളാകും. ആദ്യമൊക്കെ ഒരു ഹോബിയായിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നത്. എന്നാൽ കുറെ കഴിയുമ്പോൾ ഇതുകൂടാതെ കഴിയാൻ പറ്റാത്ത അവസ്ഥയിലെത്തിച്ചേരും. മയക്കുമരുന്ന് നമ്മുടെ ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും പ്രവർത്തനം മന്ദീഭവിപ്പിക്കും. വിനാശകരമായ ആ വിഷത്തിനടിമപ്പെട്ടാൽ ഭ്രാന്തരെപ്പോലെ ഭാവി ജീവിതം കഴിച്ചുകൂട്ടേണ്ടതായി വരും. പല രോഗങ്ങളും വന്ന് അകാലചരമം അടയുന്നതിനും ഇടയാക്കും. മയക്കുമരുന്ന് ഉപയോഗിച്ചു ശീലിച്ചവർ അതു കിട്ടാതെ വന്നാൽ അക്രമകാരികളായി മാറുന്നത് കാണാം. ഭ്രാന്തമായ ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ നാം കൂട്ടുനിൽക്കരുത്. മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളെ വിവരം അറിയിക്കണം. കുടുംബാംഗങ്ങൾ തമ്മിൽ എന്നും കൂട്ടായി ചർച്ച നടത്തണം. ഒറ്റയ്ക്കിരുന്നു ചിന്തിക്കുന്നവരെയും ഒറ്റയ്ക്കു കഴിയാൻ ഇഷ്ടപ്പെടുന്നവരെയും പ്രത്യേകം നിരീക്ഷിക്കണം. അവരെ നേരായ മാർഗത്തിലെത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഈ വിഷം നാട്ടിൽ പരത്താൻ അനുവദിക്കുകയില്ലെന്ന് പ്രതിജ്ഞയെടുക്കണം. ഇത്തരത്തിലുള്ള നല്ല തീരുമാനങ്ങളിലൂടെ യുവാക്കളുടെ പോഷണവും ആരോഗ്യവും നിലനിർത്താൻ സാധിക്കും. ജീവിതത്തിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആകട്ടെ നമ്മുടെ ലഹരി. ആ സ്വപ്നങ്ങൾ എത്തിപ്പിടിച്ച് ആയത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രയോജനപ്പെടുത്തും എന്നത് ആകട്ടെ പുതുവർഷത്തിലെ നമ്മുടെ പ്രതിജ്ഞ.